പാലക്ക് ചീരയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും കൂടിയുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയായ കറിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയിലാണെങ്കിലും ചോറിൻ്റെ സൈഡ് ആയിട്ടാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ചെറുപയർ പരിപ്പ് ഞാൻ ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പാലക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇപ്പോൾ കണ്ടോ, പാലക്ക് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളമായി. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയാണ് അരച്ച് കൊടുക്കേണ്ടതെങ്കിൽ ഈ സമയത്തിൽ തേങ്ങയും അതുപോലെ തന്നെ അല്പം ജീരകവും ഒരു കൊച്ചുള്ളിയും കൂടി അരച്ച് എൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞതും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് ഈ പാലക്ക് ചീരയിൽ. അതുപോലെ തന്നെ അയണിൻ്റെ പ്രശ്നമുള്ളവർ പാലക്ക് ചീര എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. സൂപ്പായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ കറിയായിട്ട് കഴിക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി, ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ജീരകം കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയത് കാരണമാണ്. അത് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അതുപോലെ തന്നെ തക്കാളിയാണ്, ഒരു ചെറിയ തക്കാളിയും ഈ കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത്. ഇത് ഒന്ന് സോഫ്റ്റ് ആകണം. ഇതെല്ലാം നമുക്ക് ഈ കറിയിൽ തന്നെ ഒന്ന് മെൽറ്റായി ചേരേണ്ടതാണ്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ തക്കാളി നല്ലവണ്ണം സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു, പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അത് കാരണമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. മുളക് പൊടിയും ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പാലക്കും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും കൂടി ഉള്ളത് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ കറിയാണ് ചപ്പാത്തിക്കൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വളരെ ടേസ്റ്റിയായ ഒരു പാലക്ക് ചീരക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും പാലക്ക് ചീര കിട്ടുന്നുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, കറിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അല്പം കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുന്നതേ ഉള്ളൂ. വേറൊരു ജാതിയുള്ള ഒരു മാതിരിയുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. കായം ചേർക്കുന്നത് കൊണ്ട് ഗ്യാസ്ട്രിക്കിൻ്റെ അസുഖമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കായം കൂടി അല്പം ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ കറി എല്ലാം ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു പാലക്ക് ചെറുപയർ പരിപ്പ് മെഴുക്ക് പുരട്ടിയെന്നോ അല്ലെങ്കിൽ കറിയെന്നോ ഒക്കെ പറയാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. Thank you for watching.